നിർമ്മിത ബുദ്ധി ഈ ലോകം കീഴടക്കുമെന്ന് ഒരു 10 വർഷം മുൻപെയാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊന്ന് നെറ്റിച്ചൊളിച്ചേക്കാം. പക്ഷേ ഇന്നത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പടരുന്നതൊരാശങ്കയായി. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ അത്രയധികം പുരോഗതിയാണ് മനുഷ്യൻ കൈവരിച്ചിട്ടുള്ളത്. ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ശതകോടീശ്വരനായ എലോൺ മസ്ക്. എലോൺ മസ്ക് അങ്ങനെ വെറും വാക്ക് പറയാറില്ല. അതുകൊണ്ട് തന്നെ എലോൺ മസ്കിന്റെ പ്രവചനങ്ങൾക്ക് കാര്യമായ പ്രസക്തിയുമുണ്ട്. നിർമ്മിത ബുദ്ധി ഈ ലോകം കീഴടക്കുമെന്നാണ് ശതകോടീശ്വരനായ എലോൺ മസ്ക് പറയുന്നത്. എല്ലാ ജോലികളും AI ചെയ്യുന്ന കാലം വരുമെന്നും ജോലികൾ ചെയ്യുക എന്നത് മനുഷ്യന്റെ ഹോബി മാത്രമായി മാറുമെന്നും മസ്ക് പ്രവചിച്ചു വയ്ക്കുന്നു. പാരീസിൽ നടന്ന സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക് ഇവന്റിൽ പങ്കെടുത്തവരോടായിരുന്നു മസ്കിന്റെ പ്രഖ്യാപനം. ഭാവിയിൽ ആർക്കും തന്നെ ജോലിയുണ്ടാകില്ലെന്ന് വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങിൽ പങ്കെടുത്ത മസ്ക് പറയുന്നു. ഭാവിയിൽ നിങ്ങൾക്കൊരു ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ ഒരു ഹോബി പോലെ ജോലി ചെയ്യാം. കാരണം ആ ജോലി ചെയ്യാൻ AIയും റോബോട്ടുകളും ഉണ്ടാകും. ഏതൊരു ജോലിയും സേവനവും ഉറപ്പുവരുത്താൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നും അന്ന് തന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ജോലി പോകുമെന്നും എലോൺ മസ്ക് പറയുന്നു. സാങ്കേതിക വിദ്യയെയാണ് താൻ ഏറ്റവും അധികം ഭയക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയ്ക്ക് നിർമ്മിത ബുദ്ധിയുടെ കഴിവ് ത്വരിതഗതിയിൽ മെച്ചപ്പെട്ടു. അതുകൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരാൾ ജോലി ചെയ്യുക എന്നത് ഓപ്ഷണലായി മാറുമെന്നാണ് കരുതുന്നതെന്ന് മസ്ക് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളെക്കാൾ മികച്ചതായി കമ്പ്യൂട്ടറുകൾക്കും റോബോട്ടുകൾക്കും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടാകുമോ എന്നും മസ്ക് ചോദിക്കുന്നു. എലോൺ മസ്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുന്നറിയിപ്പിനുള്ള ഉദാഹരണം ഇപ്പോൾ തന്നെ നമുക്കിടയിലൂടെയുണ്ട്. അത്തരത്തിലൊന്നാണ് ഹ്യൂമൻ റോബോട്ടുകൾ അഥവാ ഹ്യൂമനോയിഡുകൾ. സയൻസ് ഫിക്ഷൻ നോവലുകളുടെ പേജുകൾ മുതൽ സിനിമകളിലും സീരീസുകളിലും വരെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഒരു നൂറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യനെ റോബോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ചെക്കോസ്ലോവാക്യൻ നാടകകൃത്തായ കാരൽ കാപ്പക്കായിരുന്നു. 1920 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ നാടകമായ റോസം യൂണിവേഴ്സൽ റോബോട്ട്സിലാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. റോബോട്ട് എന്ന വാക്ക് കൂടുതൽ ജനകീയമാകുന്നത് സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ഐസക് അസിമോവിന്റെ കൃതികളിൽ കൂടിയാണ്. റോബോട്ടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് റോബോട്ടിക്സ് എന്ന് നാമകരണം ചെയ്തതും അദ്ദേഹം തന്നെയാണ്. റോബോട്ടുകൾ കേന്ദ്ര കഥാപാത്രമായി വരുന്ന നിരവധി ചെറുകഥകൾ അദ്ദേഹം എഴുതി. മാത്രമല്ല ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് 1951 ഐ റോബോട്ട് എന്ന പുസ്തകവും പുറത്തിറക്കി. ശാസ്ത്രജ്ഞർ ഇത്തരം ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന് ഏറെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് മനുഷ്യരെ പോലെ നടക്കുകയും ഓടുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ഭാരിച്ച കായികാധ്വാനം വേണ്ട പണികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടുകൾ സയൻസ് ഫിക്ഷൻ നോവലുകളുടെ പേജുകളിലും സിനിമയിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി റോബോട്ടിക്സ് സാങ്കേതികവിദ്യയിലെ വലിയ മുന്നേറ്റങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. റോബോട്ടിക്സ് രംഗത്തെ ഈ ടെക് ബൂം ഒരു കാലത്ത് അതിശയകരമായി നാം നോക്കിക്കണ്ടിരുന്ന ഈ സൃഷ്ടികളെ മുൻപെങ്ങുമില്ലാത്ത വിധം യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ചലനത്തെയും ചിന്തകളെയും അനുകരിക്കാനും പരിതസ്ഥിതിയുമായി ഇടപഴകാനുമുള്ള അവരുടെ കഴിവുമാണ് ഹ്യൂമനോയിഡുകളെ അത്ഭുതമാക്കുന്നത്. വരും കാലങ്ങളിൽ ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെയും അതിനുമപ്പുറവും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് സാധിക്കുമെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുത തന്നെയാണ്. സോഫിയ, അറ്റ്ലസ്, അമേക്ക, പെപ്പർ, നാവോ, ടെസ്ലയുടെ ഒപ്റ്റിമസ് ജെൻ 2 തുടങ്ങിയ അത്യാധുനിക ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിരവധിയാണ്. നിലവിൽ മികച്ച സേവനങ്ങൾ നൽകാൻ ഇവരൊക്കെ പ്രാപ്തരാണെങ്കിലും കമ്പനികൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്നുള്ള ഗവേഷണത്തിൽ തന്നെയാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വയോജന പരിചരണം, ഉപഭോക്തൃ സേവനം, വിനോദവും സാമൂഹികവുമായ ഇടപെടലുകളും തുടങ്ങി ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് രംഗത്ത് കാര്യമായ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ChatGPT, ജെമിനി, കോപൈലറ്റ് തുടങ്ങിയ AI ചാറ്റ് ബോട്ടുകളുടെ ജനപ്രീതിയോടെ ഇത്തരം സാങ്കേതികവിദ്യയുടെ ഭാവിയെക്കുറിച്ച് നിരവധി ആശങ്കകളും പ്രതീക്ഷകളും ഉയരുന്ന സമയം കൂടെയാണ്. വ്യക്തമായ നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഭാവിയിൽ AI മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് ഈ രംഗത്തെ ചില വിദഗ്ധർ വാദിക്കുന്നുണ്ടെങ്കിലും നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതും അതിന്റെ ഭാവി സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ടെക് ലോകം ഒന്നാകെ ആവേശത്തിൽ തന്നെയാണ്. എലോൺ മസ്ക് പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധി നമ്മുടെ ജോലികൾ തട്ടിയെടുക്കുന്ന കാലം വിദൂരമല്ല. നമുക്കിടയിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നടന്നു തുടങ്ങുന്ന കാലവും വിദൂരമല്ല. പിന്നെ ഒരൊറ്റ കാര്യം മാത്രമുള്ളത്, മനുഷ്യൻ നിർമ്മിച്ചത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാവില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഭാവിയെ കരുതിയിരിക്കാം എന്നുള്ളത് മാത്രമാണ്.